അമ്മയുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാനീ പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ടാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ചേട്ടൻ എന്നെ ഗ്യാരേജിൽ കൊണ്ടാക്കി. ഇനി ഞാൻ പോകുന്ന സ്ഥലം പറയാം. വാരണാസിയിലോട്ടാണ് ഞാനീ പോകുന്നത്. നാഗർകോവിലിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. പിന്നെ പോണ വഴിക്ക് ഒരു ചായയും കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞതും നമുക്കുള്ള ട്രെയിൻ എത്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്തോട്ട് നമ്മൾ യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും ഓരോരുത്തരായിട്ട് ഉറങ്ങാനും തുടങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇതാ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചേച്ചി ഇതാ അഭിൻ ആരവരേട്ടനും കഷ്ടപ്പെട്ട് മാല വാങ്ങിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. ഇവിടെ രണ്ടുപേര് കടുത്ത പുസ്തക വായനയിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴവും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ചീട്ട് കളിച്ചു. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഉച്ചത്തേക്കുള്ള ഫുഡ് എത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് പഴവും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തു. പിന്നെ നൈറ്റ് ഫുഡും കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങി. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഈ ദിവസവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചായയും ബിസ്ക്കറ്റൊക്കെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചീട്ട് കളി തുടങ്ങി. ഏകദേശം ഒരു 4-5 റൗണ്ട് നമ്മൾ ചീട്ട് കളിച്ചു. അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി. സത്യം പറഞ്ഞാൽ ഫുഡ് അത്ര പോരായിരുന്നു. പിന്നെ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നത് നമുക്ക് നേരത്തെ അറിയായിരുന്നു. എന്തായാലും ഇന്ന് നൈറ്റ് നമ്മൾ വാരണാസിയിലെത്തി. അങ്ങനെ ഇരുന്നും കിടന്നും ഫോണും നോക്കിയൊക്കെ സമയം കളഞ്ഞു. നമ്മൾ വാരണാസിയിലെത്തി. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വാരണാസിയിലല്ല. നമുക്ക് ഇറങ്ങേണ്ടത് ബനാറസിലാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബനാറസിലെത്തി. ഇനി ഇവിടെ റൂമൊക്കെ എടുത്ത് സ്റ്റേ അടിച്ചിട്ട് നാളെ കാണാം. ഓക്കെ.